അങ്ങനെ ഒരു വലിയ അളവിൽ പശ്ചാത്തലമുള്ള സ്ഫോടക ആളാണ്. വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ആ വീട് പൂർണ്ണമായി തകർന്നു പോകുന്ന നിലയിലേക്കാണ് പൊട്ടിത്തെറി ഉണ്ടായത്. എന്താണ് ഇവർ ലക്ഷ്യമിട്ടത് എന്നത് സംബന്ധിച്ച് പോലീസ് ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുന്നുണ്ടോ? ഇത് പടക്കമാണോ അതോ ഇനി ബോംബ് നിർമ്മാണമാണോ? അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? മറ്റൊന്ന്, ഈ CPIM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണമാണ്. ഈ പ്രതിക്ക് കോൺഗ്രസ് ബന്ധമുണ്ട് എന്നുള്ള വിമർശനം കൂടി അദ്ദേഹം ഉയർത്തുന്നു. DCC അധ്യക്ഷനും അവിടെ സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അരുൺ പൂപ്പറമ്പ്. ഇതിൽ ഇപ്പോൾ റിജിത്ത് സൂചിപ്പിച്ച പോലെ ഈ അനൂപ് മാലിക്കിന്റെ പശ്ചാത്തലമാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത്. ഇയാൾ എന്തിനാണ് ഈ വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ ഇങ്ങനെ വാടക വീടെടുത്ത് അവിടെ ഇത് കൈകാര്യം നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ സൂക്ഷിക്കുകയും ചെയ്തത്? അത് വലിയ അളവിൽ തന്നെ ഉണ്ടായിരുന്നു. നല്ല ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ് ഈ വീടിനകത്തുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പുലർച്ചയ്ക്ക് സ്ഫോടനമുണ്ടായ ഘട്ടത്തിൽ അതിൻ്റെ ആഘാതം സമീപ പ്രദേശത്തെ തന്നെ മറ്റു വീടുകളിലേക്കും അതേറ്റത്. തൊട്ട് താഴെയുള്ള ഏകദേശം ഒരു 50 മീറ്റർ താഴെയുള്ള 2 വീടുകളിൽ അതിൻ്റെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത്ര വലിയ സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ അളവിൽ എന്തിനാണ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചത്? ഇപ്പോൾ നമുക്കറിയാം, അതൊരു ഉത്സവകാലം ഒന്നുമല്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിങ്ങനെ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് സൂക്ഷിച്ച് വെക്കുന്നത് എന്തിനാണ്? അതാണ് ഈ അനൂപ് മാലിക്കിൻ്റെ പശ്ചാത്തലം അന്വേഷിച്ച് വരുന്നത്. ഇതിൽ ചില രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി അല്പസമയം മുമ്പ് CPIM ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. അതിൽ CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞത് ഈ അനൂപ് മാലിക്കിന് കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണ്, അയാൾ കോൺഗ്രസ്സുകാരനാണ്. നേരത്തെ ഈ പുഴാതിയിൽ സ്ഫോടനം നടന്നപ്പോൾ, വീട്ടിൽ സ്ഫോടനം നടന്നപ്പോൾ അന്ന് തന്നെ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MV ജയരാജൻ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ അനൂപ് മാലിക് കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണ് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. അതേ ആരോപണം ഇപ്പോൾ CPIM ആവർത്തിക്കുകയാണ്. എന്നാൽ DCC പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് അത് പൂർണ്ണമായി നിഷേധിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലമില്ല, ഇത് പോലീസിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. അരുൺ പൂപ്പറമ്പയാണ് സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് 1 വർഷത്തിലധികമായി വാടകയ്ക്ക് നൽകിയിട്ടുള്ള വീടാണ്. ഗോവിന്ദൻ എന്നൊരാളുടെ പേരിലാണ് ഈ വീടിന്റെ ഉടമസ്ഥാവകാശമുള്ളത്. 1 വർഷം മുമ്പ് അനൂപ് എന്നയാൾക്ക് വീട് വാടകയ്ക്ക് നൽകിയെന്നാണ് വീട്ടുടമയുടെ ഭാര്യ ദേവി 24-നോട് പറഞ്ഞത്. അത് കേൾക്കാം. അവര് ഒരാൾ പയ്യന്നൂര് ഇങ്ങനെ എന്തോ പാർട്സിന്റെ എന്തോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ബിസിനസ് കണക്കാ എല്ലാ ഷോപ്പിലും കൊടുക്കലാണ് ജോലി എന്നാണ് അവർ പറഞ്ഞത്. സാധാരണ നമ്മളൊരു ഇഗ്രിമെന്റും കാര്യം ആക്കലില്ല. നമ്മൾ ആ വീടൊന്ന് നിന്നോട്ടെ, വീടൊന്ന് വൃത്തിയായുമല്ലോ എന്ന് വെച്ചിട്ട് കൊടുക്കുന്നതാണ്. അവർ പറഞ്ഞു നമ്മളിങ്ങനെ വീടിന്ന് ഒയ്യുന്ന മാഷെ പിന്നെ എന്തിനാണ് ഇഗ്രിമെന്റ് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇഗ്രിമെന്റ് ആക്കായിരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പരാതിയൊന്നുമില്ല അവിടെ നിൽക്കുന്ന ആൾക്കാർ പറ്റിയിട്ട്. നമ്മൾ ആ വേനലിലൊന്നും വീട്ടിലൊന്നും നോക്കിനാലും ഒന്നുമില്ല, ഒരു സംഭവം അതിനുള്ളിലില്ല, ഒരു വൃത്തികേടില്ല.